നാം ചിന്തിച്ചു വന്നത് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ ജനതയെ കണ്ട് ഭയപ്പെട്ട് ബാലാക്ക് രാജാവ് അന്നത്തെ വളരെ പ്രസിദ്ധനായിരുന്ന പ്രവാചകനായിരുന്ന ബിലെയാമിനെ വിളിക്കുകയാണ് ശപിക്കുവാനായിട്ട്. ഇസ്രായേൽ ജനത ഏറിയ വർഷങ്ങൾ അതിവേദന അനുഭവിച്ച് ദൈവം അവരെ ആശ്വസിപ്പിച്ച് അവരെ ബലപ്പെടുത്തി അനുദിന ആഹാരവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി. ഒരു ധാത്രി കുഞ്ഞിനെ എടുക്കുന്നത് പോലെ, ഒരമ്മ കുഞ്ഞിനെ മുലയൂട്ടുവാൻ മാറോട് ചേർത്ത് വെക്കുന്നത് പോലെ ദൈവം അവരെ കരുതി നടത്തി കൊണ്ടുവരുന്ന ഒരു വരവിനെ കുറിച്ചാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം തന്നെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ജനതയെ കണ്ട് ബാലാക്ക് രാജാവ് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കേൾവിയുണ്ട്. ആ കാലഘട്ടത്തിൽ ബിലെയാം എന്നൊരു പ്രവാചകനുണ്ട്. അദ്ദേഹം വായി തുറന്ന് എന്തു പറഞ്ഞാലും അതങ്ങനെ സംഭവിക്കും. അതാണ് അദ്ദേഹത്തെ കുറിച്ച് കേൾവി കേട്ടത് പറയുന്നത്, നീ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കുമെന്നും നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അതുകൊണ്ട് രാജാവ് പ്രഭുക്കന്മാരെ അയച്ചിട്ട് ഇൻവൈറ്റ് ചെയ്തു, നീ വന്ന് ഭൂതലത്തിലെങ്ങും ഇങ്ങനെ നിരന്ന് വിശാലമായി കിടക്കുന്ന ഈ ജനതയെ നീ ഒന്ന് ശപിക്കണം. ഇത് കേട്ട ഉടനെ നടക്കത്തില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങളൊന്ന് താമസിക്കുക, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. കാരണം ഇൻവിറ്റേഷൻ എവിടുന്നാ? പാലസ്തീനാണ്. അപ്പൊ പാലസ്തീന് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വെറും കൈയോടെ വിടത്തില്ലല്ലോ. അത് ഉറപ്പാണ്. വെറും കൈയോട് ഒരിക്കലും വിടത്തില്ല. അപ്പോൾ ഇതുവരെയും കിട്ടാത്ത കൂലി തനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിലും പത്രോസ്ലിഗയുടെ ലേഖനത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് കൂലി കൊതിച്ച ബിലെയാം. എവിടെ നമ്മൾ ഒരു ശുശ്രൂഷ ചെയ്താലും സഹോദരങ്ങളെ, നമ്മളൊരു പ്രതിഫലം ആഗ്രഹിച്ചല്ല ചെയ്യേണ്ടത്. ദൈവം കരുതും, അത് വേറെ കാര്യം. എന്നാൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവകൃപ കൊണ്ടാണ് ചെയ്യുന്നത്. ദൈവം നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ 57ാമത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു. നാം പണിയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പഠിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. അത് ദൈവത്തിന് വിഷമമുള്ള ഒരു കാര്യമായി. തൻ്റെ ഉള്ളം എന്താണ്? കൂലി കൊതിച്ച ബിലെയാം. നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്ക് പെയിനാണ്. പക്ഷെ കർത്താവിന്റെ വേലയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് ചോദിച്ചല്ല ദൈവം ചെയ്യുന്നത്, ദൈവം അറിഞ്ഞാണ് ചെയ്യുന്നത്. കൂലി കുറയ്ക്കാത്ത ഒരു യജമാനാണ് കർത്താവ്. ന്യായമായത് തരാമെന്ന് പറഞ്ഞാണ് കർത്താവ് ഓരോരുത്തരെയും വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് കരുതും. ഒരിടത്ത് വഴി തുറന്നില്ലേ മറ്റൊരിടത്ത് തുറക്കപ്പെടും. ഒന്നടയുന്നെങ്കിൽ ഓർത്തോണം, മറ്റൊന്ന് ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്തു കൊള്ളണം. അപ്പോൾ നാം ചിന്തിച്ചത് തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പ്രഭുക്കന്മാരെ വിടുന്നു. നിങ്ങൾ നോക്കുക 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ 2 കൊരിന്ത്യൻ ചാപ്റ്റർ 5 വേഴ്സ് 17. പുതിയ നിയമത്തിൽ ശാപം ഫലിക്കുമോ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ആൻസർ ആണ് 1 ഗലാത്യർ 3-ാം അധ്യായം 13-14 വാക്യം, 2 കൊരിന്ത്യർ 5:17, 3 എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, 4 റോമാ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, 5 കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യം. ഞാൻ ഒന്നുകൂടെ റെഫറൻസ് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും. നമ്പർ 1 ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സഹോദരങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചു,
സിറ്റിസൺഷിപ്പ് മാറിക്കഴിഞ്ഞാൽ മുൻപായിരുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് ഇനി നമ്മൾ ബാധകമല്ല. ആണോ? പറഞ്ഞാട്ടെ. അല്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ തിരിച്ച് യെസ്. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം. യെസ്. അപ്പോൾ നമ്മൾ തിരുവചനം പരിശോധിച്ചാൽ നമ്മളെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്തിലാണ്. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് ഫൗണ്ടർ മോറി കണ്ടുപിടിപ്പാനിടയായി തോന്നുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞനായ ഫൗണ്ടർ മോറിയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ചു. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇസ്രായേൽ പുറപ്പെടുന്നതിന് മുമ്പ് നമുക്കറിയാം, രക്തം അടയാളമായി കണ്ടപ്പോൾ സംഹാരകൻ വാളും കൊണ്ട് മടങ്ങിപ്പോയി. അല്ലേ? ഓർത്തിരുന്നു കൊള്ളണം. 1000 പേര് നിങ്ങളെ ശപിച്ചാൽ, 1000 പ്രവാചകന്മാര് നിങ്ങളെ ശപിച്ചാൽ, 1000 വിശ്വാസികൾ നിങ്ങളെ ശപിച്ചാൽ, വി ആർ ഇൻ ദ പാത്ത് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വഴിയിലാണോ? അതിനൊന്നും നിങ്ങളിൽ സ്പേസ് കാണത്തില്ല. അതിനൊന്നും നിങ്ങളുടെ മേൽ ഒരു വിധമായ അതേ സ്വാധീനവും ചെലുത്താൻ കഴിയുകയില്ല എന്നുള്ള കാര്യം തിരുവചന വെളിച്ചത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കാണുന്നത് എന്താണ്? He redeemed us in order to that blessing given to Abraham might come to the Gentiles through Jesus Christ. നോക്കുക, അപ്പോൾ ശപിക്കപ്പെട്ട തലത്തിൽ നിന്ന് ശാപത്തിൻ കീഴിലായിരുന്ന നമ്മെ തമ്പുരാന്റെ ആമേൻ കരുണയാൽ ആ പുത്രന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞു. മാറിൽ കരം വെച്ച് പറയാമോ? ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദന. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദന. ഒരു ശാപത്തിനും അതേ ഒരു കേസിനും എന്റെ മേലോ എന്റെ തലമുറയിൽ മേലോ സ്പേസ് ഇല്ല. നോ സ്പേസ്. രണ്ടാമത് നമ്മൾ കണ്ടത് 2 കൊരിന്ത്യർ 5-ാം വാക്യമാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? Therefore, if anyone is in Christ, 2 Corinthians chapter 5 verse 17, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. യെസ്. പഴയത് കഴിഞ്ഞുപോയി. നോക്കുക, therefore if anyone is in Christ, is a new creation. The old has passed away. Behold, the new has come. നോക്കുക, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. എപ്പോൾ? ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അപ്പൊ ആയില്ലെങ്കിലോ പഴയത് തന്നെയാ. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി അത്രേ കാര്യമെന്ന് ദൈവവചനം പറയുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കും. അപ്പൊ ശാപത്തിന് സ്പേസ് ഉണ്ടോ? ചില പ്രവാചകന്മാർ വന്നിട്ട് നിങ്ങളോട് പറയും, കുടുംബശാപമൊക്കെ നിങ്ങളുടെ തലയിലുണ്ട്. ഡോണ്ട് ബിലീവ്. എന്തുകൊണ്ടാണ്? സ്തോത്രം. ഒരിക്കൽ പട്ടം പറത്താനായിട്ട് അപ്പനും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ സമുദ്രതീരത്ത് ചെന്നു. അപ്പൊ പട്ടം കുറേ ദൂരത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് പൊടിക്കുഞ്ഞിന്ന് കരയാൻ തുടങ്ങി. അപ്പച്ച ആ പട്ടം പോയി, അങ്ങ് പോയി. കൊച്ചു കരയാൻ തുടങ്ങി. അപ്പച്ചൻ പറഞ്ഞു, മോനെ പട്ടം അങ്ങ് പോയിട്ടില്ല, പട്ടം ഇവിടെ ഉണ്ട്. അല്ല, അങ്ങ് പോയി, കയ്യിൽ പോയി. അപ്പൊ അപ്പച്ചൻ ഉമ്മ കൊടുത്തേച്ച് അടുത്ത് നിന്ന് പറഞ്ഞ്, ഈ ചരട് കണ്ടോ മക്കളെ, ഇത് അപ്പച്ചന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിഞ്ഞ് പോരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ലോർഡ്. ഇതുപോലെ തിരിച്ചറിഞ്ഞു കൊള്ളണം. നമ്മുടെ പ്രാണന്റെ ചരട്, നമ്മുടെ ഭാവിയുടെ ചരട്, നമ്മുടെ ജീവന്റെ കടിഞ്ഞ, ഇതെല്ലാം പുതിയ സൃഷ്ടിയായി നമ്മൾ തീർന്നെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ തമ്പുരാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അബദ്ധമായ ഉപദേശങ്ങൾ പറഞ്ഞ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഡയറക്റ്റ് ചോദിക്കണം, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് ശാപമുണ്ടോ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിലാണോ അതോ വെളിച്ചത്തിലാണോ? സാത്താന്റെ കയ്യിലാണോ അതോ ദൈവത്തിന്റെ കയ്യിലാണോ?
ക്രിസ്തുവിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളിലാണോ അതോ പഴയ ശാപങ്ങളിലാണോ? പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പോൾ പ്രവാചകന്മാരുടെ ഭോഷത്വങ്ങൾക്കും തിരുത്തി വിടാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത്, therefore if anyone is in Christ is a new creation, the old has passed away, behold the new has come. പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ കഴിഞ്ഞുപോയപ്പോൾ ശാപം കടന്നുപോയി, വിധിയെടുത്ത് കടന്നുപോയി. Praise God. ഇതാ നമ്മൾ ഇവിടെ കാണുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത വരികയാണ്. കൊട്ടാരത്തിൽ നിന്നുള്ള ഓഫറാ വന്നിരിക്കുന്നത്. നിന്റെ മിനിസ്ട്രി നല്ലതാ, നീ ശപിച്ചാൽ ശപിക്കപ്പെടും, നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ദൈവമക്കളെ, ഏത് പ്രവാചകൻ എവിടെ പ്രവചിച്ചാലും ഏത് അത്ഭുതങ്ങൾ കാണിച്ചാലും സ്വസിദ്ധി കൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്, മേളിയിൽ കൊടുത്ത കൃപയാ. പക്ഷെ അത് ദുരുപയോഗം ചെയ്താൽ ദൈവം പ്രതികരിക്കും. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് ദുരുപയോഗം ചെയ്താൽ അതികഠിനമായി ദൈവം പ്രതികരിക്കും. നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ സ്റ്റോറി. നമുക്ക് അതിലേക്ക് വരികയാണ്. എന്നാൽ ഈ ഭാഗം ഒന്നുകൂടെ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തന്നു പോകേണ്ടത് ആവശ്യമായിരിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബ്ലെസ്സഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ of our Lord Jesus Christ, who has blessed us in Christ with every spiritual blessing in the heavenly place. എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ആത്മീക അനുഗ്രഹത്താലും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഒന്ന് ശക്തിയോടെ ഒന്നുകൂടെ വായിച്ചാട്ടെ എൽസ, ഒന്നുകൂടെ ആരോഗ്യത്തോടെ വായിച്ചാട്ടെ. നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഉറക്കെ ഒന്ന് വായിച്ചേ. അത് സ്വർഗത്തിലെ സകല അനുഗ്രഹിച്ചിരിക്കുന്ന. ശപിക്കപ്പെട്ടിരിക്കുകയാണോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് ചിലപ്പം ഫിനാൻഷ്യലി ഞെരുക്കം കാണും, അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെ വീട് കാണത്തില്ലായിരിക്കും, അല്ലെ നിങ്ങൾ റെന്റഡ് ആയിരിക്കും, നോ പ്രോബ്ലം. നിങ്ങൾക്ക് പരിമിതിയുള്ള വരുമാനത്തിലായിരിക്കും ജീവിക്കുന്നത്, മറ്റുള്ളവരെ പോലെ റിച്ച് ആയിരിക്കത്തില്ല, എല്ലാം പരിമിതിയിലായിരിക്കും. പക്ഷേ ദൈവമക്കളെ, 10 കോടിയുടെ വണ്ടി ഓടിച്ചാലും 5000 രൂപയുടെ സൈക്കിളിൽ പോകുന്ന അതേ റോഡിൽ തന്നെ അല്ലേ മറ്റൊരു വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. അവർക്ക് സെപ്പറേറ്റ് റോഡൊന്നും വിട്ടിട്ടില്ലല്ലോ. സ്തോത്രം. ഇനി 3500 കോടിയുടെ ഒരു ജെറ്റ് മേടിച്ചേച്ച് പോകുന്ന ആളാണെങ്കിലും നമ്മളും ഈ 12000 രൂപ കൊടുത്തേച്ച് പോകുന്ന ഇതേ എയർ റൂട്ടിലൂടെ തന്നെയല്ലേ അവരും പോകുന്നത്. സ്തോത്രം. ഇനി ലോകം മുഴുവൻ മേടിക്കാനുള്ള പണമുള്ള ആളാണെന്നിരിക്കട്ടെ, അവരും ശ്വസിക്കുന്ന പ്രാണവായുവല്ലേ നിങ്ങൾ ശ്വസിക്കുന്നത്? അവരും കുടിക്കുന്ന അതേ വെള്ളമല്ലേ നിങ്ങളും കുടിക്കുന്നത്? അവരും പ്രത്യേക ഉപ്പൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നില്ലല്ലോ കറിക്ക് ഇടാനായിട്ട്. എല്ലാം അപ്പൊ ഇതെല്ലാം ഇത് തന്നെയാ. അവരുടെ ശ്വാസവും പോവല്ലേ, അവരുടെ ആശ്രയം ഈ ലോകത്തിലേ ഉള്ളൂ, അവരുടെ പ്രതീക്ഷ ഈ ഇതിലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എത്ര വലിയതാണെന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും. അപ്പൊ ശാപമാക്കുകൾ കൊണ്ട്, വ്യാജ പ്രവചനം കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ ഒരാള് ദൂത് പറയാൻ വന്നാൽ ഈ വാക്യം എടുത്തിട്ട് പറയണം, പാസ്റ്റർ ആ ശാപങ്ങളെല്ലാം കൊണ്ട് പാസ്റ്റർ പൊയ്ക്കോ. പ്രൈസ് ലോർഡ്. ഈ വാക്യം വായിച്ചു കേൾക്കണം. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും എഫേസ്യർ 1:3 വെളിച്ചത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ ഏഴയായ എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ നിറച്ചിരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഞാൻ പാർക്കുന്ന ഭവനത്തിൽ യേശുവിന്റെ രക്തം അടയാളമായിട്ടുണ്ട്. എന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്. എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. എത്ര വീടുകളെയാണ്
വ്യാജ പ്രവാചകന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോഷ്ക്ക് പറഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പല ഉദ്ദേശത്തിലാ ചർച്ചയിൽ വരുന്നത് നിങ്ങൾക്കറിയാമോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്ക് ഒരു ആരാധനയ്ക്ക് ഒരാൾ വന്നു. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. ദൈവാത്മാ എന്നോട് പറഞ്ഞു അവനെ സ്നാനപ്പെടുത്തരുത്. അപ്പം ചില ആളുകൾ വിചാരിക്കും പെട്ടെന്ന് നമ്മൾ അതെ ആര് വന്നാലും സ്നാനം കൊടുക്കും. നോ 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 നോ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സഹോദരൻ. ഇതിനകത്തൊക്കെ ഒരു നിയോഗമുണ്ട്, ഒരു നടത്തിപ്പുണ്ട്. ഇതിനൊക്കെ ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മരിക്കാത്ത ഒരാളിനെ കുഴിച്ചിടാൻ പറ്റില്ല. സ്തോത്രം. അപ്പോൾ അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശം സ്നാനപ്പെട്ടിട്ട് ഒരു ദൈവവൈതലിനെ അത് അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതെല്ലാം പിടിച്ചു, സ്നാനം കൊടുത്തില്ല. അദ്ദേഹത്തെ ദേശത്തുനിന്ന് പറഞ്ഞു വിടാനിടയായി തീർന്നു. ഗുജറാത്തിൽ വെച്ച് ഒരു പ്രിയപ്പെട്ടവൻ ആരാധനയ്ക്ക് വന്നു. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ സ്നാനം ചോദിച്ചു. പരിശുദ്ധാത്മാ പറഞ്ഞു അവന് സ്നാനം കൊടുക്കരുത്. ചില ആളുകളെല്ലാം പറയും, അയ്യോ വന്നാ ഉടൻ പിടിച്ച് മുക്കാനിരിക്കുക പാസ്റ്റർമാർ. അങ്ങനെയുള്ളവർ കാണുമായിരിക്കും. നമുക്ക് എണ്ണം കൂട്ടാനല്ല, നമുക്ക് ഒരാളെ ഉള്ളെങ്കിലും അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം. ചർച്ചിൽ ആളെ കൂട്ടുക എന്നുള്ളതല്ല, നമുക്ക് മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല. ഒരാളെ ഉള്ളെങ്കിലും അവർ ക്രിസ്തു ശിഷ്യരായിരിക്കണം. അവർ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും സമർപ്പിതരുമായിരിക്കുന്ന ഒരു ജനതയെ വേണം. ഒരുക്കമുള്ള ഒരു ജനത്തെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത്. കറ, ചുരുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതിനാണ് കർത്താവ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഒരു ദിവസം ദൈവാത്മാ എന്നോട് പറഞ്ഞു, നീ അവനോട് ഡിസ്കഷൻ ചെയ്യ്, എന്താ അവന്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സുനിൽ അബ് കിസ്ലിയെ ബപ്തിസ്മ ലേനാ ചാത്തെ? അപ്പൊ അവൻ കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 2 കൊരിന്ത്യർ 5:17 അവൻ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് എന്നോട് പറയാ, പാസ്റ്റർ സാബ് मैंने ऐसा पढ़ा है जो जिन्होंने प्रभु में नए सिरे से जन्म हो गया है वो तो नया हो गया है, पुराना सब चला गया है. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അതുകൊണ്ട് അഭിമേം तो प्रभु में मसीह में आया ना, अब तो पुराना पत्नी को मैं छोड़ना चाहता हूँ, बच्चे को छोड़ना चाहता हूँ, अभी तो नया शादी करेंगे, एक अच्छा लड़की को शादी करेगा. എന്താ വ്യാഖ്യാനം അങ്ങനെ ഉണ്ട് പറയുകയാണ്. അത് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്താ? ക്രിസ്തുവിലായി കഴിയുമ്പോൾ പഴയ ഭാര്യ ഇനിയും കൊള്ളത്തില്ല, പഴയ മക്കളെ കൊള്ളത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു നല്ല പെങ്കൊച്ചിനെ പെന്തിക്കോസിന്ന് എനിക്ക് കല്യാണം കഴിക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഓരോരുത്തരും കൂട്ടായ്മയിൽ വരുമ്പോൾ, ഇതര മതസ്ഥരായ ആളുകൾ കൂട്ടായ്മയിൽ വരുമ്പോൾ ചാടിക്കേറിയൊന്നും എടുത്ത് തോളെ വെക്കരുത്. അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും നമുക്കറിയാലോ. നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മകളിലാണ്, വിശേഷാൽ വേർപെട്ട ദൈവമക്കളുടെ കൂട്ടായ്മകളിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അനാവശ്യമായി വരുന്ന പുതിയതായി വരുന്ന എല്ലാവർക്കും നിങ്ങളുടെ നമ്പർ കൊടുക്കരുത്, നിങ്ങളുടെ സെൽഫോൺ നമ്പർ കൊടുക്കരുത്. ആമേൻ. നിങ്ങൾക്ക് അഥവാ നിർബന്ധിച്ചാൽ മെയിൽ ID മാത്രമേ കൊടുക്കാവൂ. അതും ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം. നിങ്ങളുടെ പ്രൈവസി എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അനാവശ്യമായി വീടുകളിലേക്ക് ക്ഷണിക്കരുത്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുള്ള വീടുകൾ, ഈവൻ ആൺകുഞ്ഞുങ്ങളുള്ള വീടുകളിലാണെ പോലും. എൻ്റെ 7ാമത്തെ വയസ്സിൽ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത ശുശ്രൂഷകരുണ്ട്. അന്ന് ഞാൻ വിശ്വാസി പോലും അല്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പച്ചയ്ക്ക് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം വളരെ ഭയാനകമായ കാലഘട്ടമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു സൈഡിൽ നാം ദൈവവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, ആശീർവാദം പറയുമ്പോൾ നിങ്ങൾ നോട്ടടച്ചു വെച്ചു, ബൈബിൾ അടച്ചു വെച്ചു. ഓർത്തിരിക്കണം, ഈ പ്രാപിക്കുന്നതും ഗ്രഹിക്കുന്നതും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ നമുക്ക് വേണ്ടി ദൈവം തരുന്ന അലേർട്ടുകളാണ്. കാലം അപകടകരമായ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ കേന്ദ്രീകൃതമായി തന്നെ, സെൽഫ് സെന്റേർഡായി തന്നെ, ക്രൈസ്റ്റ് സെന്റേർഡായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതിന് ക്രിസ്തുവിൽ വേരൂന്നി പോകണം. കേവലം ഒരു ബിലീവറായിട്ടിരിക്കാനല്ല നിങ്ങൾ സെമിനാരി പഠനത്തിൽ വന്നിരിക്കുന്നത്. നാളെയുടെ ദിവസങ്ങളിൽ
ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ നേതൃത്വ നിരയിലേക്ക് ദൈവം നിങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഇത്രയും എഫോർട്ട് എടുത്ത് ഇത്രയും പ്രാണത്യാഗം ചെയ്ത് ഞാൻ ഈ തിരുവചനം നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് അമ്മേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്തിക്കും, ഓ എനിക്ക് വീടുമില്ല, എനിക്ക് നല്ല ജോലിയുമില്ല, വരുമാനവുമില്ല, എന്തോ അനുഗ്രഹമാ, എന്തോ അനുഗ്രഹമാ. One minute. അപ്പൊ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, ആഴ്ച ഒരു നേരമെങ്കിലും ഫുഡുണ്ടോ? അറ്റ്ലീസ്റ്റ് മാറി എടുക്കാൻ ഒരു ജോഡി വസ്ത്രമുണ്ടോ? പകൽ വെയിൽ കൊള്ളാതെയും രാത്രി മഞ്ഞ് കൊള്ളാതെയും നിങ്ങൾക്ക് പാർക്കാൻ എവിടെയോ ആകട്ടെ ആയിരിക്കുന്നുണ്ടല്ലോ. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് ഞാൻ പറയാം. എന്നും നിങ്ങളുടെ സ്ഥിതി ഒരുപോലെ ഇരിക്കുകയില്ല. സിറ്റുവേഷൻ ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമുക്കറിയാമല്ലോ, കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് മരുഭൂമിയിലെ ടെന്റിനകത്തിട്ടാണ് മോശയ്ക്ക് ട്രെയിനിങ് കൊടുത്തത്. എല്ലാ റോയലിൽ നിന്ന് മാറ്റി ലോക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന് എന്തിനാ? അടിമനുഖത്തിൽ കിടക്കുന്ന ജനത്തെ കനാലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്നിവിടെ നടത്തുമ്പോൾ അവന് ഈ റോയൽ മൈൻഡ് സെറ്റ് ഒന്ന് മാറി ഇറങ്ങി ജനത്തിനു വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ട്രെയിനിങ് ആവശ്യമായിരുന്നു. 40 വർഷം മരുഭൂമിയിൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ബെസ്റ്റ് ലീഡറാക്കി തീർക്കാൻ 40 years എടുത്ത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത പ്രതലത്തിലൂടെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായിത്തീരുന്നു, അതുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടണം, പൊരുത്തപ്പെടണം എന്നുള്ള ക്ലാസ് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കുക, ശാപവാക്കുകളുടെ പ്രവചന ശബ്ദമോ വെളിപ്പാടോ അവർ വന്നിട്ട് പറയാം, ഒരു ഭയങ്കര ബന്ധനം മോളിൽ കാണുന്നു, വലിയൊരു കെട്ട് മോനിൽ കാണുന്നു, ബിസിനസ്സിൽ വലിയ ഒരു കെട്ടുണ്ട്, അത് നമുക്കൊരു 3 ദിവസം ഇരുന്നാലേ ശരിയാകത്തുള്ളൂ, അതിന് പ്രത്യേകം എനിക്ക് ഡേറ്റ് ഒന്നും ഇല്ല, എങ്കിലും ഞാൻ നോക്കാം. ഡോണ്ട് ബിലീവ്. അതിനർത്ഥം പാസ്റ്ററെ പോരാട്ടങ്ങളിൽ ഇവ ഉണ്ടെന്ന്, സാത്താന് വണ്ടിക്കൂലി കൊടുക്കണ്ട, അവൻ പുറകെ ഉണ്ട്. പക്ഷേ കർത്താവിന്റെ കവറിങ്ങിനകത്തിരിക്കുന്ന നിന്റെ വീട്ടിൽ കയറണോ, നിന്റെ ജീവിതത്തിൽ കയറണോ, മേളിന് പെർമിഷൻ കൊടുക്കണം. അതാണ് നിങ്ങൾ ദൈവാധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ നോ ഈവിൾ ക്യാൻ ടച്ച് യു. ഹോഷ്കിന്റെയും വ്യാജത്തിന്റെയും സന്ദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകണം. ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായ ശാപചിന്തകൾ, ചെയ്ത്തുദോഷങ്ങൾ അവിടെ നേർച്ച കൊടുത്തിട്ടുണ്ട്, മലയാളപ്പുഴ കൊടുത്തിട്ടുണ്ട്, അല്ലെ വേളാങ്കണ്ണി കൊടുത്തിട്ടുണ്ട്. അയ്യോ പാസ്റ്ററെ അവിടുത്തെ ശക്തി എന്ന് പറഞ്ഞ് എന്തോ ഒരു ശക്തിയാണെന്ന് അറിയത്തില്ല. അതെ, കാരണം തമ്പുരാനേക്കാൾ വലിയ ശക്തിയാണ്. അയ്യോ അവിടുന്നൊക്കെ വല്ലവരും ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ എന്തെല്ലാം നടക്കുമെന്നറിയാം. ഭീമാപ്പള്ളിയിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യുന്നറിയാം. എൻ്റെ അമ്മ എന്നെ കൊണ്ട് പണ്ട് കൊച്ചുനാളി ഭീമാപ്പള്ളി പോയിട്ടുണ്ട്. ആരാണ്ട് ചെയ്തതാണെന്നും പറഞ്ഞിട്ടുണ്ട്. വെട്ടുകാട് പോയിട്ടുണ്ട്, മറുകായിട്ട് പോയിട്ടുണ്ട്, എല്ലാം കൊണ്ട് കറക്കിയത്. മന്ത്രവാദികളുടെ അടുക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് മന്ത്രവാദം ചൊല്ലിയിട്ടുണ്ട്. മന്ത്രവാദി വന്നിട്ട് വീട്ടിൽ മന്ത്രവാദം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ കൂടെ അത് നീരാവി പൊങ്ങുന്നതും അത് തീയുടെ ജാല പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആശ്ചര്യപ്പെടണ്ട. പ്രൈസ് ഗോഡ്. പക്ഷേ ഓർത്തോണം, തീയുടെ മണം തട്ടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാലാമൻ ഇറങ്ങുന്ന കാര്യമൊന്നും നിങ്ങൾ മറക്കരുത്. തീയുടെ ആഴിയുടെ ആ തലം 7 മടങ്ങായി കൂട്ടുമ്പോൾ ഓർത്തോണം, അതിന്റെ ബലം കെടുത്തുന്ന ഒരു വിശ്വാസം നിന്റെ അകത്തളത്തിൽ ആത്മാവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശാപത്തിന്റെ പ്രവചനം കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 1-ാം വാക്യം 4-ാമത്തെ പോയിന്റ്സ് ആണ്. പുതിയ നിയമത്തിൽ ശാപങ്ങൾ ദൈവമക്കൾക്ക് ഫലിക്കുമോ? എന്താണ് എഴുതിയിരിക്കുന്നത്? നോക്കുക, therefore now no condemnation for those who are in Christ Jesus. എന്താ എഴുതിയിരിക്കുന്നത്?
അതുകൊണ്ട് ഇപ്പോൾ therefore അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് now no condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അഡാപ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു, റിഡംപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറി. ഞാൻ മനസ്സിലാക്കുന്നു ഈ ക്ലാസ് വളരെ വളരെ അത്യാവശ്യമായ ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്രൈസ് ഗോഡ്. പലരുടെയും ഭയം ഇന്നത്തെ ക്ലാസ്സിൽ വിട്ടുമാറും. സ്തോത്രം. പലരുടെയും ഉത്കണ്ഠ വിട്ടുമാറും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ നിങ്ങൾ ബ്ലസ് ചെയ്ത് പറയണം, എന്റെ കർത്താവ് എനിക്ക് തന്ന ജീവിത പങ്കാളി എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് ദേശത്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളുടെ പ്രയർ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ വിശ്വാസം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്ന് പറയുമ്പോൾ വചനം എന്താ പറയുന്നത്? വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. പോയി സിംഹത്തിന്റെ വായൊന്നും പൊത്തിയില്ല. സ്തോത്രം. വിശ്വാസത്തോടെ പറഞ്ഞു അടയട്ടെ, അടഞ്ഞു. അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കി. അതുകൊണ്ടാണ് വചനം പറയുന്നത് just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരവാസവുമില്ലെന്ന് വചനത്തിൽ കാണും. ഒരുവൻ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആദ്യം അവന് വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. കേൾവി എങ്ങനെ ഉണ്ടാകുന്നു? കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ ഉണ്ടാകുന്നു. ഈ 57ാമത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ എത്ര നിരവധി വാക്യങ്ങൾ കേട്ട് കഴിഞ്ഞു. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ ഈ 40 ഡേയ്സ് ഈ വർഷ പ്രോഗ്രാമിലൂടെ നിങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും തികച്ചും ആരോഗ്യമുള്ളവരായി മാറിയിരിക്കുന്നു. ഈ കൂട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് ആരംഭത്തേക്കാൾ വളരെ നിങ്ങൾ പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലീഡ് ചെയ്യുന്ന കാര്യത്തിലും പാടുന്ന കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഊർജമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഉറച്ചുകൊള്ളണം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ശാപം എടുത്തു കളഞ്ഞു. എന്തുകൊണ്ട്? ക്രിസ്തു ശപിക്കപ്പെട്ടവനായി മാറി നമുക്ക് വേണ്ടി. അവനിലൂടെ സകല ശാപങ്ങളെയും പുറത്തു കളഞ്ഞു. പ്രൈസ് ഗോഡ്. 5ാമത്തെ ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ കൂടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് അപ്പൊ നോക്കിക്കേ, സ്നേഹസ്വരൂപ അപ്പോൾ അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. He has delivered us from the dominion of darkness. നോക്കുക, എന്താണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്? നന്ദിയോട് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. Now no more. എത്രയോ ആളുകളെയാണ് ഭീതിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞേച്ചു പോകുന്നത്, ഭയപ്പെടുത്തുന്ന ആലോചനകൾ പറഞ്ഞേച്ചു പോകുന്നത്. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധാത്മാ ഒരിക്കലും ഭയപ്പെടുത്തുന്ന ആത്മാവല്ല. അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. നാം ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. 365 പരം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഫിയർ നോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. അണ്ടർസ്റ്റാൻഡ്. നേരം വെളുക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ടേക്കുക, മക്കളെ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പോരെ? എവറി മോർണിംഗ് ദൈവത്തിന്റെ വചനം നമ്മളോട് അറിയിക്കുന്നത് ഇതാണ്. 365 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുന്ന ശബ്ദമാണിത്. പേടിക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. താങ്ങാൻ കർത്താവ് ഉണ്ടെങ്കിൽ ആര് തള്ളിയിടാൻ നിന്നാൽ നിനക്കെന്താ എത്ര പേടി? ശക്തീകരിക്കാൻ കർത്താവ് ഉണ്ടെങ്കിൽ ആര് നിന്നെ പേടിപ്പിച്ചാൽ നിനക്കെന്താ വിഷയം? ആമേ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം ഭയപ്പെടുത്താൻ നോക്കിയാലും നിനക്കെന്താ പ്രശ്നം? കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ദൈവത്തിന്റെ വഴിയുണ്ട് ദൈവത്തിൽ. ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ തൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കണം, പൈസയില്ല, കഴിപ്പിക്കണം, പൈസയില്ല. അങ്ങനെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരെ പ്രതികൂലമായൊരു വിഷയം വന്നു.
സൈക്ലോൺ വന്നിട്ട് അമേരിക്കയിലുള്ള തൻ്റെ വീട് പൊളിഞ്ഞ് താഴ്പോയി. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ ഒരു വഴി തുറക്കാനാ പ്രാർത്ഥിച്ചു, ഇപ്പം ഉള്ളതൂടെ പോയി. പ്രൈസ് ലോർഡ്. ചില സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ വരും. പക്ഷെ പുള്ളി കരഞ്ഞപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ ദൈവം ഒരു വാക്യം കൊടുത്തു, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും എൻ്റെ വഴിയുണ്ട്. ഇൻഷുറൻസുകാർ വന്ന് എല്ലാം എടുത്തു നോക്കിയപ്പോഴത്തേന് ഇദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഞങ്ങൾ വേണേ പണിയിപ്പിച്ചു തരാം, നീ വേണേ പണിഞ്ഞോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പണിഞ്ഞോളാം. അവർ ഫണ്ട് കൊടുത്തു. പണിത് വന്നപ്പോൾ പെങ്ങളെ കെട്ടിക്കാനുള്ള പൈസയും കഴിഞ്ഞിട്ട് ബാക്കിയും വന്നു. അപ്പം മറുചോദ്യം യുക്തിവാദികൾ ചോദിച്ചേക്കും, ഓ ദൈവം, നിങ്ങളുടെ ദൈവം തമ്പുരാൻ വീട് പൊളിച്ചേച്ചാണോ കല്യാണം കഴിക്കാനുള്ള പൈസ കൊടുക്കുന്നത്? ദൈവമക്കളെ, ഇതിനൊന്നും ഉത്തരം പറയാൻ നമുക്ക് കാര്യങ്ങളില്ല. പക്ഷേ ഒരു റിന്യൂവൽ ടൈം ആയപ്പോൾ അത് പോയി. കർത്താവ് ചിന്തിച്ചത് പുതുക്കി പണി, ശത്രു അടിച്ച കാറ്റ് മഹത്വമാക്കി ദൈവം തീർത്തു എന്നേ ഞാനതിനെ കാണുന്നുള്ളൂ. ദൈവത്തിന്റെ വഴി ധാരാളമാണ്. ദൈവം ആർക്കും കടക്കാരെന്നല്ല. ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആര്? അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, അടുത്തത് എന്ത് എഴുതിയിരിക്കുന്നു? സ്നേഹ സ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ എഴുതിയിരിക്കുന്നു, ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാ? ഇരുട്ടിലാണ്. ഇപ്പോൾ ഇരുട്ടിലാണ്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ 5 വാക്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ തെളിവായി എഴുതി വെച്ച് എന്നും ഓർത്തു വായിക്കണം. അപ്പോൾ നിങ്ങളെ ഒരു ദുർശക്തിക്കും തൊടാൻ പറ്റത്തില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ഓർത്തിരിക്കുക, ബ്രിഗേഡിയർ കൂടെ ഉണ്ടെങ്കിൽ കുട്ടിക്കള്ളന്മാർക്കൊന്നും നിങ്ങളിൽ സ്പേസ് ഇല്ല. സൈന്യത്തിന്റെ നായകൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അധൈര്യപ്പെടാനും ചഞ്ചലപ്പെടാനും ഒന്നുമില്ല സഹോദരങ്ങളെ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഞാനിവിടെ തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് നമുക്ക് ബാക്കി ഇതിന് കണ്ടിന്യൂ ചെയ്ത് ടെസ്റ്റിമണിയും എടുക്കാനുള്ള സമയം ആണ്. സ്തോത്രം. ഒന്നുകൂടെ ആ കൊലോസ്യ ലേഖനത്തിന്റെ വാക്യം എൽസ വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യം. He has delivered us from the dominion of darkness and transferred us to the kingdom of his beloved son. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും. അപ്പൊ നോക്കുക, പുത്രത്വം കിട്ടി, അതുപോലെ എന്താ സിറ്റിസൺഷിപ്പുമായി. എവിടെയാ? പുത്രന്റെ രാജ്യം. അപ്പൊ രാജ്യം എന്ന് പറയുമ്പോൾ എന്തുവാ? സ്ഥലം മാത്രമല്ല, ജനതയാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ഭരണസമിതി ഉണ്ടല്ലേ, അതിന്റെ മുകളിൽ ഒരു നേതാവുണ്ടല്ലേ. അങ്ങനെയുണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ദൈവരാജ്യം എന്ന് പറയുന്ന അതാണ്. ഈ ജനതയുടെ മുകളിലുള്ള ഭരണം ദൈവികമാണ്. അതിന്റെ ഭരണാധിപൻ ആരാണ്? നമ്മുടെ ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലം ദൈവരാജ്യത്തിലാണ്, പുത്രന്റെ രാജ്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ നമുക്ക് പോകാനുള്ള ബദ്ധപ്പാടിനേക്കാൾ ഉപരി കർത്താവിന് വന്നുകൊണ്ടുപോകാനുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, സ്പർജന്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തെ മണവാട്ടിയോടുള്ള ബന്ധത്തിലും മണവാളൻ എന്നുള്ള ബന്ധത്തിലും കേന്ദ്രീകരിച്ച് താൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: വേദപുസ്തകം 66 എഴുത്തുകളാണ്. അതിൽ മണവാട്ടിയുടെ എഴുത്താണ് 65 എണ്ണം. മണവാളന്റെ എഴുത്താണ് ഒടുവിലത്തെ വെളിപ്പാട് പുസ്തകം. മണവാട്ടി ഉൽപ്പത്തി മുതൽ യൂദായുടെ ലേഖനം വരെയും കത്തുകൾ എഴുതി, ഒന്നിനും മറുപടി കിട്ടിയില്ല. അവസാനം ഒറ്റ മറുപടി എല്ലാത്തിനായിട്ടും കൂടെ മണവാളൻ എഴുതി, ബിഹോൾഡ് ഐ കം ക്വിക്ലി, ഇതാ ഞാൻ വേഗം വരുന്നു. സഭ പറയുന്നത് ആമീൻ കർത്താവായ യേശുവേ വരേണമേ എന്നാണ്. എന്നാൽ മണവാട്ടിയെ ചേർക്കാൻ നമ്മുടെ കർത്താവ് പറയുന്നത് ബിഹോൾഡ് ഐ കം ക്വിക്ലി, ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ നമുക്ക് നിത്യതയിൽ പോകാൻ, കർത്താവിന്റെ വരവിൽ പോകാനുള്ള ആവേശത്തെക്കാൾ കൂടുതൽ കർത്താവിന്റെ ദൃഷ്ടി ഇവിടെയാ. എന്തുകൊണ്ടാ?
തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, തൻ്റെ കുഞ്ഞുങ്ങൾ ഭൂമിയിലാണ്. അവരെ ചേർക്കാനുള്ള ബദ്ധപ്പാടാണ് നമ്മുടെ കർത്താവിന്. അവിടെ ദൈവവചനത്തിൽ കാണുന്നു, സ്തോത്രം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിറച്ചിരിക്കുന്ന ദൈവം നമ്മൾ. അമേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് നമ്മൾ കാണാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ, നമ്മളെ യേശു കർത്താവ് സകല ശാപത്തിൽ നിന്നും വീണ്ടെടുത്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ കണ്ടു. കൊലോസ്യർ 1:11 നമ്മൾ കാണുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ പ്രവാചകന്മാര് പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ നടത്തുന്നേ? ശാപമുണ്ട്, പോരാട്ടമുണ്ട്, ബന്ധനമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിടി, അയ്യോ അങ്ങനെയാണോ പാസ്റ്റർ? അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങള് ദൈവത്തിന്റെ രാജ്യത്ത് നിന്ന് താഴെ വീണെന്നല്ലേ? സ്തോത്രം. പോഷ്കിന്റെയും വ്യാജത്തിന്റെയും സന്ദേശങ്ങളുടെ പുറകെ പോകാതെ ക്രിസ്തുവേശുവിൽ ഉറയ്ക്കാൻ തയ്യാറാകണം. അങ്ങനെ വരുന്ന തിരുവചനം പഠിക്കാതെയും ഗ്രഹിക്കാതെയും വരുന്നവരെ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. വായിച്ചാട്ടെ എൽസ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ കാണുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ രൂപാന്തരം, നമ്മൾക്കുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പൗലോസ് പറഞ്ഞ മാതിരി നിങ്ങളെ ആരും ചതിക്കരുത്. ആമേൻ. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എൽസ ഒന്ന് വായിച്ചാട്ടെ. പിന്നെയും നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആ പുതിയ ശാപമുറിക്കലിന്റെ മീറ്റിംഗ് നടക്കുന്നു. പെട്ടെന്ന് നമുക്കങ്ങ് പോയി, എങ്ങനെയല്ലേ അതങ്ങ് മുറിഞ്ഞു പോകട്ടെ. ദൈവമക്കളെ, അലുവ കഷ്ണമൊന്നും അല്ല കണ്ടിച്ചങ്ങോട്ട് മാറ്റാനായിട്ട്. മനസ്സിലാവുന്നു? അത് ഞാൻ കഴിഞ്ഞ 3 ക്ലാസ്സിന് മുമ്പ് നിങ്ങളോട് ഓർപ്പിച്ചു. ശാപങ്ങളിൽപ്പെട്ടതാണ് വേദനയോടുള്ള പ്രസവം. ശാപങ്ങളിൽപ്പെട്ടതാണ് പറമ്പിൽ വരുന്ന മുള്ളും പറക്കാരെയും. അതൊക്കെ വിളിച്ചോണ്ട് പറയണം, പാസ്റ്റേ ബാ, കാർഡെടുക്കാൻ പൈസയൊന്നുമില്ല, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് ആ മുള്ളും പറക്കാരെയൊക്കെ അങ്ങ് പോട്ടെ. എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി ടൈം അടുത്ത് വരികയാണ്, വേദനയില്ല, പ്രസവിപ്പിക്കാൻ പറ്റുമോ? സ്ഥലം വിടും അവര്. വചനം പഠിച്ചവരുടെ അടുക്കലൊന്നും അഭ്യാസം നടക്കില്ല. സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളും ഇങ്ങനെയുള്ളതായ ചതിക്കുഴികളും നിങ്ങൾ തിരിച്ചറിഞ്ഞു വളരെ ഭയത്തോടും ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിൽ നിങ്ങളുടെ മുറിയിൽ മുട്ടുകുത്തി, ഈ വചനം നിങ്ങളുടെ കാലിന് ദീപവും ഇത് നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവസനെ നിങ്ങളെ ആദ്യം സമർപ്പിക്കുക. നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞു വന്നിട്ട് വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് ഒക്കുമെങ്കിൽ മുഴങ്കാലിലിരുന്ന് അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെയും കൂട്ടി ദൈവസന്നിധിയിലിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ, ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ, ആ സൗകര്യം അനുസരിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുക. വൈകിട്ടും ഇത് തന്നെയാണ് രീതി. രാവിലെയും വൈകിട്ടും വായിച്ച വചനങ്ങൾ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ അതൊരു ധ്യാനമായി മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തോട് ഈ ഇടപെട്ട വാക്യങ്ങൾ കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കണം. മക്കളെ, ഇന്നിതാണ് മമ്മിയോട് കർത്താവപ്പച്ചൻ നൽകിയ ഒരു മെസ്സേജ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്തോത്രം, 10 വർഷം കഴിയുമ്പോൾ മിനിമം 3000-ലധികം പ്രാവശ്യം സ്തോത്രം നിങ്ങൾ ആ കുഞ്ഞുങ്ങളോട് ദൈവത്തിന് വചനം ഷെയർ ചെയ്യുന്നു. ആദ്യം അവർ പറയും, ഓ ഇതൊക്കെ എന്തോത്തിനാ, ഇതൊക്കെ ആര് കേൾക്കാനാ? ഡോണ്ട് പ്രോബ്ലം. Send continually that God's word. One day that word will change your children's life. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഒരു ദിവസം ദൈവം മാറ്റിമറിപ്പാകരായി തരും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആൻസി ലൈനിലുണ്ടോ? പ്രാർത്ഥിക്കാം. Praise God. Amen. Praise God. Hallelujah. Okay, Sister Susan, pray. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ,
തന്ന നല്ല മനോഹരമായൊരു സമയത്തിനായി വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്റെ ദൈവത്തിന്റെ വിശ്വസ്തകള്, അവന്റെ സ്നേഹം, അവന്റെ കരുതല്, എന്റെ കർത്താവിന്റെ കൃപ ഞങ്ങളോട് ഓരോ ദിവസവും കർത്താവെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങള് എല്ലാത്തിനായും ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകല്ലേ. ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്നു കർത്താവെ. പാപത്തിന്റെ അന്ധകാരത്തിൽ കടന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്തു. സ്വർഗരാജ്യത്തിന് അവകാശമാക്കി തീർത്ത നിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പഴയത് സകലതും കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലതും പുതിയതാക്കി. ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം കർത്താവെ. ദിവസങ്ങളിൽ ദൈവമേ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചുള്ള ബോധം ഹല്ലേലൂയ അധികമായി നിന്റെ ജനത്തിന് ഹല്ലേലൂയ കർത്താവെ മനസ്സിലാക്കുവാൻ ഓരോ ദിവസവും ദൈവം ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം കർത്താവെ. കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. അപ്രകാരം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് കർത്താവെ ഹല്ലേലൂയ ഒരു വലിയ മുതൽക്കൂട്ടാക്കി ക്ലാസുകൾ തീർക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. ഞങ്ങളുടെ കർത്താവെ, എന്റെ അപ്പച്ചൻ എത്ര നല്ലവൻ, എന്റെ ദൈവം എത്ര വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ, വാക്തത്വങ്ങൾ തന്നവൻ. ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു, സ്വർഗീയമായ കൃപ അധികമായി പകർന്ന കർത്താവെ. ഈ ബൈബിൾ സ്റ്റഡി മുന്നോട്ടുള്ള എല്ലാ ആത്മീക പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശക്തനായി വീട് നിൽക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേക പ്രയർ ടൗണിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം നടത്തണമേ. എത്ര വേഗം ആ കാര്യങ്ങളിൽ വലിയൊരു ദൈവ പ്രവൃത്തി ഞങ്ങൾ കാണുവാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായി സ്തോത്രം. വിവിധ ദേശങ്ങളിൽ കർത്താവ്, വിവിധ ടൈം സോണിലായിരിക്കുന്ന എന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ മേൽ പകർന്നിരിക്കുന്ന ആത്മീക കാഴ്ചപ്പാടിനായി, ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ, സ്നേഹത്തിന്റെ ആത്മാവിൽ അനേകരോട് സുവിശേഷം പറയുവാൻ നിന്റെ മക്കൾക്കെല്ലാം ദൈവം കർത്താവ് കൃപ കൊടുക്കേണ്ട വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരുണ്ട് കർത്താവ്. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുന്നു. തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൊച്ചുമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രികാലത്ത് തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും ദൈവസന്നിധി ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ ഈ ബൈബിൾ സ്റ്റഡി പങ്കേറുവാൻ സ്വർഗമിടയാക്കണം. അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയപ്പച്ചൻ കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ചോദിക്കുന്നു, കേൾക്കണം എന്റെ സ്വർഗീയ നല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഒരുമിച്ച് എല്ലാവരും ചേർന്ന് വിദ്യാർത്ഥികൾ ആശീർവാദം പറഞ്ഞോട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഈവനിങ് കാണാം. പ്രാർത്ഥനയോട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you. Amen. Praise the Lord. God bless you. God bless you all. Thank you, Pastor. God bless you. Amen. Amen. Thank you.